നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞു ഓർഡറുകളും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു കുഞ്ഞ് ബിസിനസ് ഓണർ ആയപ്പോഴാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഓൺലൈൻ പേജ് തുടങ്ങി, സിയോര ബൈ സുബി. അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ജ്വല്ലറി ഐറ്റംസ്, സ്ക്രഞ്ചീസ്, ഹെയർ ആക്സസറീസ്. പിന്നെ ഞാൻ ചെറിയ രീതിയിൽ തയ്ക്കും. തയ്യൽ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ഞാനത് ചെയ്യും. അപ്പം കുറച്ച് ബേബി ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ചിങ് നമ്മൾ അളവെടുത്ത് നമ്മൾ തയ്ച്ചു കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി അളവെടുത്ത് തയ്ച്ചു കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതിലും വേഗത്തിലായിരുന്നു ആ പേജിൻ്റെ വളർച്ചയെന്ന് പറയുന്നത്. കാരണം ഒരു മാസം തയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് 100+ ഓർഡർ കിട്ടിയായിരുന്നു. അപ്പം ഞാനൊരു ബിസിനസ് ഓണർ ആയ പിന്നെ ഞാൻ സ്ട്രഗിൾ ചെയ്തൊരു വലിയൊരു കാര്യം, ഞാൻ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് അല്ലെ ഫാമിലി മെമ്പേഴ്സ് കുറേ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യും, അവരൊരു സ്റ്റോറി ഇട്ടെങ്കിലും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഒരു കാര്യം അവരുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് സത്യം കേട്ടോ. എല്ലാവരെയും അല്ല പറയുന്നത്, പക്ഷേ കുറച്ച് പേരെങ്കിലും, ഞാൻ വിചാരിച്ച ആൾക്കാരൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇനി നാളെ നമ്മൾ വലിയൊരു ബിസിനസ്സുകാരി ആയാലോ, അപ്പം ഞാൻ സ്റ്റോറി ഇട്ടിട്ട് നീ അങ്ങനെ നന്നാവണ്ട, ആ ഒരു മൈൻഡിലാണോ ഇത് ചെയ്യാത്തതെന്ന് എനിക്കറിയത്തില്ല. അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങൾ ബിസിനസ് രംഗത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് പെൺകുട്ടികളെ സംബന്ധിച്ച് നമുക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കോൺഫിഡൻസ് ആണ്. അപ്പം അതിനു വേണ്ടി താല്പര്യമുള്ള ആൾക്കാർ മുന്നോട്ട് വരണം. നിങ്ങൾ മറ്റുള്ളവർ എന്ത് പറയുന്നെന്ന് ഓർത്ത് നിങ്ങളത് ചെയ്യാതിരിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ടോ, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്കത് ജയിച്ചിരിക്കും. അത് വലിയ വലിയ ആൾക്കാർ പറയുന്ന പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അതുകൊണ്ട് മറ്റുള്ളവരത് ചെയ്തില്ല, മറ്റുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നോർത്ത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്.